ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ. ഇന്ന് നമുക്ക് ഐറിസിൻ പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഐറിസിൻ പ്ലാന്റ് ആദ്യമൊക്കെ നാട്ടിൽ ഒരുപാട് കാണുന്ന ഒരു ചെടിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ പഴയ ചെടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഹൈബ്രിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം ഇത്തരം ചെടികളൊന്നും അധികം ആരും അങ്ങനെ വളർത്തണില്ല. പക്ഷേ എനിക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ വലിയ നൊസ്റ്റാൾജിക് ഫീലിംഗ് പോലെ അങ്ങനെ തോന്നുന്ന ഒരു ചെടിയാണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു പ്ലാന്റ് 2-3 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ലീഫിൻ്റെ ആ ഒരു കളറിലെ വ്യത്യാസവും, അതായത് ഗ്രീൻ കളറിലും വരുന്നുണ്ട്. പിന്നെ ഈ ലീഫിൻ്റെ ഷേപ്പിൽ ആ ഡിസൈൻ ഒരു ചെറിയ വ്യത്യാസമായിട്ട് അങ്ങനെയും വരുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റെം കണ്ടില്ലേ, അതൊക്കെ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലാണുള്ളത്. അപ്പോൾ ഒരു മജന്തയുടെ ഒരു ലൈറ്റ് കളർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ആ ഒരു ഗ്രീൻ കളറിലുള്ള ചെടിയിലും വളരെ രസമായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും. കാരണം ഗ്രീനും ആ ഒരു പിങ്കിൻ്റെയും കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടിരിക്കുക. പിന്നെ ആ ലീഫിൻ്റെ ഇടയിൽ ഗ്രീനിൻ്റെ ഇവിടെ ഇപ്പോൾ പിങ്ക് കാണുന്നത് പോലെ അതിൻ്റെ അകത്ത് യെല്ലോ കളറിലാണ് ഉണ്ടാവുക. അതുപോലെ ഈ ഒരു ചെടി നമുക്ക് നടാനായിട്ട് പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ നോർമൽ ഗാർഡൻ സോയിലും കോക്കോപീറ്റോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാൻഡ് യൂസ് ചെയ്യുക. പിന്നെ വെർമി കമ്പോസ്റ്റ്, കൗഡൻ കമ്പോസ്റ്റ്, അങ്ങനെ എന്താ നമ്മളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെന്തെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ മണ്ണിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്കൊക്കെ നമുക്ക് ഒരു പിടിയൊക്കെ യൂസ് ചെയ്താൽ മതി. അത് നന്നായിട്ട് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ പോട്ടിൽ നിറയ്ക്കുക. പിന്നെ ഇത് ഏത് സമയത്തും നന്നായിട്ട് വളരുന്ന ചെടിയാണ്. പിന്നെ ഒരുപാട് മഴയൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ പോട്ടിലാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുന്നത് നല്ലതാണ്. പിന്നെ തറയിലാണ് നമ്മൾ നടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് നടുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന ഏരിയ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നടുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും തന്നെ ഈ ഒരു ചെടി നന്നായിട്ട് നമുക്ക് വളർന്ന് കിട്ടുന്നതാണ്. ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലെയറിങ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ പിന്നീട്. ഇപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഇതിപ്പോൾ ഇവിടെ സമ്മറാണ് ടൈം. അപ്പോൾ ഈ ഒരു സമയത്ത് സാധാരണ നമ്മൾ പുതിയ ചെടികൾ വാങ്ങി നടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സമ്മറിൽ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ചെടികൾ നമ്മൾ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ചെടികൾ കാണുമ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം പിന്നെ ഞാനിങ്ങനെ വാങ്ങും. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ ചെടി. സാധാരണ ഈ ചെടി ഇപ്പോൾ നഴ്സറികളിലൊന്നും വളരെ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ഓർത്തത് കണ്ടപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കൂടെ എടുത്തിട്ട് നടുകയും കൂടെ ചെയ്യാം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഇതുപോലെ സ്റ്റെമ്മിന് കുറച്ച് ലെങ്ത് ഉള്ള ചെടികൾ പുതുതായിട്ട് നടുമ്പോൾ എപ്പോഴും അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചെടികൾ ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് തിന്നായിട്ടുള്ള സ്റ്റെം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന കനം കുറഞ്ഞ അങ്ങനെ കമ്പുകളുള്ള ചെടികളൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ 2 ചെടിയാണ് ഇങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഒരു ചെടിയിൽ ഞാൻ ഓർത്തു അതിൻ്റെ കട്ടിങ് എടുത്തിട്ട് വേറെ നടാമെന്ന്. പിന്നെ പ്രത്യേകിച്ച് സമ്മറിൽ കട്ടിങ് നടാനായിട്ട് ഒട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈമല്ല. എപ്പോഴും കട്ടിങ്സ് നമ്മൾ മഴയുള്ളപ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കുറച്ചൊരു ഹ്യൂമിഡിറ്റി ഉള്ള ടൈമിൽ, അല്ലെങ്കിൽ കുറച്ചൊരു ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള ടൈമിലാണ് എപ്പോഴും ചെടിയുടെ കട്ടിങ്സ് നടാനായിട്ട് എപ്പോഴും നല്ലത്. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ ചെടിയുടെ നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തു ഒന്നിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ ഗ്രോത്തും വരും. പിന്നെ ഈ കട്ടിങ് എടുക്കാതിരിക്കുന്ന ചെടി ഞാൻ വിചാരിച്ചു അത് ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മഴ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് കട്ടിങ് എടുത്തിട്ട് നടാൻ വേണ്ടിയിട്ടാണ് ഈ ചെടി ഞാൻ ഇങ്ങനെ തന്നെ വിട്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്നുള്ള ലീവ്സൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് നട്ട് കൊടുക്കുന്നത്. കാരണം ഇത് കുറച്ച് ബുഷിയായിട്ട് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോട്ട് പെട്ടെന്ന് തന്നെ നിറഞ്ഞ് വളരെ ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ ഈ ആ ഒരു വൈറ്റ് കളറിൽ പോട്ടിലായതുകൊണ്ട് അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റിൽ നല്ല ഭംഗിയുണ്ടാകും ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാണാനായിട്ട്. പിന്നെ അതുപോലെ ഇത് നമ്മൾ വെയിലത്ത് വെക്കുന്നതിനനുസരിച്ച് ഈ ഇലയുടെ ഒരു കളറിന് വ്യത്യാസം വരും.
ആ പിങ്ക് കളറ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരും നല്ല വെയിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ. എന്നാലും ഒരുപാട് ഹാഷായിട്ടുള്ള സൺലൈറ്റ് അങ്ങനെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കുറച്ച് ദിവസം ചെടി ഇങ്ങനെ സ്ഥലമൊക്കെ മാറ്റി വെക്കുമ്പോൾ എങ്ങനെയുള്ള സ്ഥലത്തിരുന്നാലാണ് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കൂടുതൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള സ്ഥലത്ത് നോക്കി ഇത് വെക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ ചെടിയുടെ ഒരു പ്രൊപ്പഗേഷൻ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ലെയറിങ് ചെയ്തിട്ടും ഈസി ആയിട്ട് ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ലെയറിങ് ശരിക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് കേട്ടോ. നമ്മളുടെ ചെടിക്കും ഒന്നും വരുന്നില്ല, നമ്മളുടെ ചെടിയുടെ കട്ടിങ് നമ്മൾ മാറ്റിയെടുക്കുന്നില്ല. പിന്നെ അത് കുറച്ച് എന്താ പറയണേ, ഒരു 100% സക്സസ് ആവാനായിട്ടുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ചെടിയുടെ ഒരു കൊമ്പ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഭാഗം അതൊന്ന് കുറച്ച് വളച്ചെടുത്തിട്ട് അത് കുറച്ച് ഏതെങ്കിലും ആ ലീഫ് നോഡിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മണ്ണിട്ടിട്ട് അത് ഒന്ന് മൂടി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ മണ്ണിൻ്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ റൂട്ട് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ റൂട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ശരിക്കും വളരെ നല്ലൊരു രീതിയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ നീഡെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റെമ്മിലൊക്കെ ഇങ്ങനെ വെള്ളം ഉള്ള ഒരു ചെടി ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കോലീസൊക്കെ നനയ്ക്കുന്ന പോലെ അതുപോലെയൊക്കെ നനച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അപ്പം വാട്ടറിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും തന്നെ ഒരു 1 ഇഞ്ച് കൈ ഇറക്കി നോക്കിയിട്ട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മാത്രം നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കെയറിങ് രീതികൾ. പിന്നെ ചെടി ഒരുപാട് ഇങ്ങനെ വളർന്നിട്ട് ഈ തണ്ടിനൊക്കെ ഒരുപാട് കനം കുറവായതുകൊണ്ട് പോട്ടിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ എന്താ പറയുക വീണ് കിടക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ നിന്ന് പുതിയ ഗ്രോത്ത്സ് ഉണ്ടാവുകയും ചെയ്യും. ചെടി നമ്മളുടെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐറിസിൻ പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എവിടെയെങ്കിലുമൊക്കെ ഈ ചെടി കിട്ടുക എന്നുണ്ടെങ്കിൽ കമ്പ് വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഈ ചെടി കാണുമ്പോൾ നമ്മളുടെ ഗാർഡൻ നല്ല കളർഫുള്ളാക്കാനായിട്ട് ഒരു ചെടി വാങ്ങി ഒന്ന് നട്ടു നോക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.